ഇന്നലെ രാത്രി 11:30 കാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ വലിയ സ്ഫോടനം നടന്നു. 9 പോലീസുകാർ കൊല്ലപ്പെട്ടു. 5 പേരുടെ നില ഗുരുതരമാണ്. 20-ലധികം ആൾക്കാർക്ക്, പോലീസുകാരടക്കമുള്ളവർക്ക് മാരകമായി പരുക്കേറ്റിട്ടുണ്ട്. ഈ വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വരുന്നുണ്ട്. പലരും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് യാദൃശ്ചികമായി ഉണ്ടായ ഒരു അപകടം എന്ന നിലയ്ക്കാണ്. ഒരു പക്ഷേ അന്വേഷണ ഏജൻസികൾ അത്തരത്തിലുള്ള ഒരു വിവരമായിരിക്കും അവർക്ക് നൽകിയിട്ടുള്ളത്. കാരണം ഈ ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ ഈ നൗഗാം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചിരിക്കുന്നത്. കാരണം ഈ കേസിൻ്റെ ആരംഭം നൗഗാം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അവിടെ പതിപ്പിച്ച ഒരു പോസ്റ്ററിൽ, ആ പോസ്റ്ററിനെ കുറിച്ച് തോന്നിയ സംശയമാണ് ഈ ഇത്രയും വലിയൊരു ഭീകര ശൃംഖലയെ, ഒരു ടെറർ ചെയിനിനെ, ഒരു വലിയ മോഡ്യൂളിനെ കണ്ടെത്താനും അമർച്ച ചെയ്യാനും അവരെല്ലാം പിടികൂടാനും സാധിച്ചത്. 1-2 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ചിലരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങളടക്കം കണ്ടെത്താനുണ്ട്. ഞാൻ അതിലേക്കല്ല വരുന്നത്. അപ്പോൾ ഈ നൗഗാം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുകയും അതിൻ്റെ പരിശോധന, അതിൻ്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇന്നലെ രാത്രി ഈ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന 9 പോലീസുകാർ തൽക്ഷണം കൊല്ലപ്പെട്ടു എന്നാണ്. ഇത് ഒരു യാദൃശ്ചികമായി ഉണ്ടായ അപകടമാണോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം, വർഷങ്ങളായിട്ട് കാശ്മീർ 1989-90 മുതൽ കാശ്മീർ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിൽ നിരന്തരം സ്ഫോടനങ്ങൾ നടക്കുന്നു, ഭീകരാക്രമണങ്ങൾ നടക്കുന്നു, ഒക്കെ നമുക്കറിയാം. അവിടുത്തെ പോലീസുകാർക്ക് വളരെ കൃത്യമായിട്ട് സ്ഫോടക വസ്തുക്കൾ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള അറിവുണ്ട്. അതില്ലാത്തവരല്ല പോലീസുകാർ, വിശിഷ്യ ജമ്മു കാശ്മീരിലെ പോലീസുകാർ. ഇത് നമുക്കറിയാം. IED സ്ഫോടനമാണ് ഇവർ നടത്താൻ ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഈ അമോണിയം നൈട്രേറ്റും മറ്റ് സ്ഫോടക വസ്തുക്കളും അവർ ശേഖരിച്ചത്. ആ സ്ഫോടക വസ്തു ശേഖരിച്ചു വച്ച കെട്ടിടത്തിലേക്ക് പിന്നീട് അത് കൊണ്ടുവന്ന് അവിടെ സൂക്ഷിച്ച ആൾ, ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ എന്ന് പറയുന്ന ആ ഡോക്ടർ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അത്ര സൂക്ഷിച്ചാണ് അവർ ഇത് കൈകാര്യം ചെയ്തിരുന്നത്. ഇതേക്കുറിച്ച് അറിയുന്ന പോലീസുകാർ ഇത് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുമോ? പ്രത്യേകിച്ചും ഒരു പോസ്റ്ററിൽ നിന്ന് ഒരു സംശയമുണ്ടായി ഈ കേസ് അന്വേഷിച്ച സീനിയർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് സന്ദീപ് ചക്രവർത്തി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ കേസ് ആദ്യം തുടങ്ങി വെക്കുന്നത്. അവരൊക്കെ അത്ര ഇതേക്കുറിച്ച് അറിവില്ലാത്തവരാണോ? ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ, ഇത് പോലീസ് സ്റ്റേഷൻ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ഈ വാഹനങ്ങൾ, അവിടെ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾ നശിച്ചു. അതുപോലെ സമീപത്തെ വീടുകളിലേക്ക് വരെ ആ സ്ഫോടനത്തിൻ്റെ ആഘാതം എത്തി എന്നാണ്. അപ്പോൾ എത്ര മാരകമായ സ്ഫോടനം! ഇതിവിടെ ഉണ്ടെന്നും ഇതിന്മേൽ പരിശോധന നടക്കുന്നുവെന്നും ഒപ്പം ഈ അറസ്റ്റ് ചെയ്തവരിൽ നിന്ന് കണ്ടെത്തിയ പല തൊണ്ടി സാധനങ്ങളും, മൊബൈൽ ഫോണുകളടക്കം ഒരു പക്ഷേ ഇവിടെ സൂക്ഷിച്ചിരിക്കാം എന്നറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു അട്ടിമറിയാണോ? ഉത്തരം പറയേണ്ടത് ജമ്മു കാശ്മീരിലെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് നളിൻ പ്രഭാത് ആണ്. അദ്ദേഹം മാധ്യമങ്ങളെ വൈകാതെ കാണും എന്നാണ് രാവിലെ നമുക്ക് കിട്ടിയ വിവരം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വരട്ടെ, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. പക്ഷേ ഒരു അട്ടിമറി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടതാണ്. ഈ ഫരീദാബാദിലെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന കണ്ടെടുക്കാനുണ്ടായിരുന്ന ബ്രീസ് കാറ്, അത് കണ്ടെത്തി, അന്വേഷണ സംഘം കണ്ടെത്തി. ആ കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ
ലഭിക്കാനുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് വിവരങ്ങളൊന്നും പോലീസ് കൊടുത്തിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുന്നു, അത് കിട്ടാനുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ നൗഗാം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തു വെറുതെ അങ്ങ് യാദൃശ്ചികമായിട്ട് പരിശോധനയ്ക്കിടയിൽ പൊട്ടിത്തെറിക്കുമോ? ഈ പരിശോധനയ്ക്ക് വരുന്ന ഫോറൻസിക് സംഘത്തിന് ഈ ഏത് വസ്തുവിനെക്കുറിച്ചാണ് തങ്ങൾ പരിശോധിക്കാൻ പോകുന്നതെന്നുള്ള അറിവ് നല്ലതുപോലെ ഉണ്ട്. അവർ കൃത്യമായി തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും ഈ വസ്തുക്കളെ, ഈ കെമിക്കലുകളെ അടുത്തറിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വെറുതെ വളരെ നിസ്സംഗതയോടുകൂടി നിരുത്തരവാദപരമായിട്ട് ഒരു കാഷ്വൽ പരിശോധനയ്ക്ക്, ചെക്കിങ്ങിന് വന്നതാണോ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. വളരെ കൃത്യമായിട്ട് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മോഡ്യൂൾ നമ്മൾ കരുതുന്നത് പോലെ ഒരു സാധാരണ ഇന്ത്യക്കുള്ളിൽ നടത്തുന്ന ഭീകരാക്രമണം നടത്തി കുറച്ചുപേരെ കൊലപ്പെടുത്തി അങ്ങനെ അങ്ങ് പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പുറകിൽ സംശയിക്കേണ്ടതായ ഒരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, വസ്തുതകൾ പുറത്തു വരാനുണ്ട്, സത്യം പൂർണ്ണമായിട്ടും പുറത്തു വരാനുണ്ട്. ഇത് വളരെ ആഴത്തിൽ എവിടെയൊക്കെയോ ഈ ഭീകര ശൃംഖല കടന്നുകൂടിയിരിക്കുന്നു. അവർ വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അവരെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം, ആരാണ് ഇതിൻ്റെ തലപ്പത്ത്, ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ഏതൊക്കെ കൈകളാണ് ഇവർക്കുള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ ഈ സംഘം കിണഞ്ഞു പരിശ്രമിക്കും എന്ന് വ്യക്തമാണ്. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ പോലും, ഒരു തലച്ചോറിനെ പോലും വെറുതെ വിടില്ല. വളരെ കൃത്യമായിട്ട് ഈ ഡൽഹി ബ്ലാസ്റ്റിന് കാരണമായിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും നിയമത്തിൻ്റെ മുന്നിലെത്തിക്കും. ഉചിതമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കും. അതിർത്തി കടന്ന് ആരെങ്കിലും ഇതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതേത് രാഷ്ട്രത്തിലുള്ള ആളായാലും ശരി, അവരെ കൊണ്ടൊക്കെ സമാധാനം പറയിപ്പിക്കും, മറുപടി പറയിപ്പിക്കും. അത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ശേഷവും അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്ത്യ ഇതിന് തിരിച്ചടി കൊടുത്തിരിക്കും, പ്രതികാരം ചെയ്തിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ കണ്ടതാണ് എന്താണ് സംഭവിച്ചതെന്ന്. ഓരോ സർജിക്കൽ സ്ട്രൈക്ക്, അത് ലാൻഡ് ആയാലും ശരി, എയർ ആയാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനതയ്ക്ക് പരിപൂർണമായിട്ടും ഉറച്ചു വിശ്വസിക്കാം, നരേന്ദ്രമോദി എന്ന നമ്മുടെ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഈ നഷ്ടപ്പെട്ട വിലപ്പെട്ട 13 ജീവനുകൾ ഡൽഹിയിൽ, അതിന് തീർച്ചയായിട്ടും അദ്ദേഹം പകരം ചോദിച്ചിരിക്കും. അതുപോലെ ഇപ്പോൾ ഈ കാശ്മീരിലെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ട 9 പോലീസുകാർ, നിരപരാധികളായ 9 പോലീസുകാർ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നതിനിടെ, തങ്ങളുടെ ഡ്യൂട്ടി യഥാവിധി സത്യസന്ധമായി നിർവഹിക്കുന്നതിനിടെയാണ് ആ 9 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു നിസ്സാര സംഭവമായിട്ട് കാണില്ല. ഇന്ത്യ സർക്കാർ വേണ്ട നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ സ്ഫോടനങ്ങൾ നടത്തി പോലീസുകാരെ കൊലപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വിരട്ടാം എന്നാണ് ആരെങ്കിലും ധരിച്ചിരിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റിപ്പോയി. അത് നടക്കില്ല. തീർച്ചയായിട്ടും ഇതിന് കാരണക്കാരായ ആൾക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ എത്തിക്കും. അവരെ കൊണ്ടൊക്കെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ മറുപടി പറയിക്കും എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ തെളിവാണ് നമ്മൾ ബീഹാറിൽ കണ്ടതും. ജനവിശ്വാസം നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്, അദ്ദേഹത്തിനോടൊപ്പമാണ്, അദ്ദേഹത്തെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നു, നെഞ്ചിലേറ്റുന്നു. ഇവിടെ നൗഗാം പോലീസ് സ്റ്റേഷനിൽ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുന്നതിനിടെ ജീവൻ ബലി കൊടുത്ത ആ 9 പോലീസുകാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നമുക്ക്. അവരുടെ ആ ഡ്യൂട്ടി ചെയ്യുന്ന അവസരത്തിൽ അവർക്ക് നേരിട്ട ഈ ജീവഹാനി, അത് നമുക്കേവർക്കും, നമ്മളേവരെയും ദുഃഖിപ്പിക്കുന്നതാണെങ്കിലും നമ്മുടെ അഭിമാനത്തെയും അത് വാനോളം ഉയർത്തുന്നു. ഈ ദുഷ്ടന്മാരോട്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളോട് ഒരു കാരണവശാലും
ക്ഷമിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. ആ 9 പേരുടെ കുടുംബങ്ങൾക്ക്, അതുപോലെ ആശുപത്രിയിൽ കഴിയുന്ന, മാരകമായി പരിക്കേറ്റ് കഴിയുന്ന 5 പേരുടെ, അതീവ ഗുരുതരമായ അവസ്ഥയിൽ തുടരുന്ന 5 പേരുടെ ജീവൻ രക്ഷപ്പെടട്ടെ, അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അതുപോലെ ഈ കൊല്ലപ്പെട്ട 9 പേരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തോടൊപ്പം നമുക്ക് പങ്കുചേരാം. എന്തായാലും എന്ത് അട്ടിമറി ഉണ്ടെങ്കിലും ശരി, അതിനെയെല്ലാം കണ്ടെത്തി തലമുടി, നാര്, ഇഴ കീറി പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്തി ഇവരെ എല്ലാം പൂട്ടും. നമ്മുടെ സർക്കാർ ഇവരെ പൂട്ടും. നമ്മുടെ അന്വേഷണ ഏജൻസികൾ അതിന് ശക്തിയുള്ളവരാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ.